നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെ ചില കമ്പനികൾ സ്ഥിരമായി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഒരു സിംഗിൾ സ്റ്റാൻഡേർഡായ ISO 9001 ലോകത്തിലെ എല്ലാ തരത്തിലുമുള്ള ഓർഗനൈസേഷനും അപ്ലൈ ചെയ്യുന്നു? ഇന്നത്തെ വീഡിയോയിലൂടെ നാം ISO 9001 വളരെ ലളിതമായും പ്രാക്ടിക്കലുമായും മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആൽബിൻ പോൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ISO 9001 ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം സ്റ്റാൻഡേർഡിനെ കുറിച്ചാണ്. ഈ വീഡിയോ ഒരു കംപ്ലീറ്റ് ലേണിംഗ് സെക്ഷൻ ആയിരിക്കും. ബിഗിനേഴ്സ് മുതൽ പ്രൊഫഷണൽ വരെയുള്ള എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനാകുമെന്ന് നമുക്ക് നോക്കാം. ISO 9001 ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി ആൻഡ് എവല്യൂഷൻ, ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്, ക്ലോസ് വൈസ് എക്സ്പ്ലനേഷൻ, ക്ലോസ് 1 to ക്ലോസ് 10, QMS ഇംപ്ലിമെൻറ്റേഷൻ ഇമ്പാക്റ്റ്. അപ്പോൾ വീഡിയോ തുടങ്ങാം. ആദ്യം ISO 9001ൻ്റെ ചരിത്രം നോക്കാം. ISO 9001 എന്നത് ഒരു ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം സ്റ്റാൻഡേർഡാണ്. 1987 ISO 9001 സ്റ്റാൻഡേർഡിൽ ക്ലോസും ഘടനയും ഇന്നത്തേതിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായിരുന്നു. ആ സമയത്ത് 4.1 മുതൽ 4.20 വരെയുള്ള 20 ക്ലോസുകൾ ഉണ്ടായിരുന്നു. ഓരോ ക്ലോസും സ്റ്റാൻഡേർഡിലെ ഒരു പ്രത്യേക ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. ഒരു സ്ഥാപനം ഡിസൈൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവയായിരുന്നാൽ ISO 9001 ഉപയോഗിച്ചിരുന്നു. ഡിസൈൻ ഉത്തരവാദിത്തം ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് ISO 9002 ഉപയോഗിച്ചിരുന്നു. ഡിസൈൻ അല്ലെങ്കിൽ നിർമ്മാണം ഒന്നും ഇല്ലാത്ത, ഉദാഹരണത്തിന് ടെസ്റ്റിംഗ് ലാബുകൾ പോലുള്ള സ്ഥാപനങ്ങൾക്ക് ISO 9003 ഉപയോഗിച്ചിരുന്നു. 1987നും 1994നും ഇടയിൽ ഈ 3 സ്റ്റാൻഡേർഡുകളും തുടർന്നൊന്നിൽ 2000 വലിയ മാറ്റം സംഭവിച്ചു. ISO 9002, ISO 9003 എന്നിവ ഒഴിവാക്കി ISO 9001 എന്ന ഏക സ്റ്റാൻഡേർഡ് മാത്രമാക്കി. ഇത് ഒരു ജനറിക് സ്റ്റാൻഡേർഡ് ആയി മാറി. എല്ലാ തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ രൂപാന്തരം പ്രാപിച്ചു. 1987 മുതൽ 2000 വരെയുള്ള മറ്റൊരു പ്രധാന മാറ്റം സംഭവിച്ചത് ഈ സ്റ്റാൻഡേർഡ് ആദ്യം നിർമ്മാണ മേഖലകൾക്ക് മാത്രമായി കരുതിയിരുന്നെങ്കിലും പിന്നീട് സേവന മേഖലകൾക്കും ബാധകമാക്കി മാറ്റുകയായിരുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ സേവന മേഖലയിലും നിർമ്മാണ മേഖലയേക്കാൾ കൂടുതൽ മുന്നിലാണ്. അതിനാൽ സർവീസ് ഇൻഡസ്ട്രിക്കും അനുയോജ്യമായ ആവശ്യകതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ISO 9001 ആദ്യമായി 1987 പ്രസിദ്ധീകരിക്കപ്പെട്ടു. തുടർന്ന് ഏകദേശം ഓരോ 7 മുതൽ 8 വർഷത്തിനിടയിൽ ഇത് പരിഷ്കരിക്കുകയും പുതുക്കുകയും ചെയ്തു. ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളും ചിലപ്പോൾ വലിയ മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് 1987 മുതൽ 1994 വരെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ 2000 വലിയ മാറ്റം ഉണ്ടായി. ക്ലോസുകളുടെ നമ്പറിങ്ങിലും ഘടനയിലും പൂർണ്ണമായി മാറ്റപ്പെട്ടു. 1987 മുതൽ 2000 വരെ പ്രധാന ശ്രദ്ധ ഡോക്യുമെന്റേഷനിലായിരുന്നു. ഓരോ പ്രവർത്തനത്തിനും രേഖാമൂലമുള്ള പ്രക്രിയ തയ്യാറാക്കുകയും അവ പാലിക്കുകയും ചെയ്യുക എന്നതാണ്. എന്നാൽ 2000 മുതൽ ഈ സമീപനം മാറി പ്രോസസ് ബേസ്ഡ് അപ്രോച്ച് ആയി. ഇത് ഫലകേന്ദ്രീകൃത സമീപനമാണ്. 2000 മുതൽ 2008 വരെ ചെറിയ മാറ്റങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2015 വീണ്ടും വലിയ മാറ്റം നടന്നു. അത് പ്രധാനമായി കസ്റ്റമറിനെ മാത്രമായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. എന്നാൽ 2015 ഇൻട്രസ്റ്റഡ് പാർട്ടീസ് എന്ന ആശയം അവതരിക്കപ്പെട്ടു. ഇൻട്രസ്റ്റഡ് പാർട്ടീസ് എന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഉദാഹരണത്തിന് ജീവനക്കാർ, സേവനദാതാക്കൾ, ബാങ്കുകൾ, വിതരണക്കാർ, സർക്കാർ നിയന്ത്രണ ഏജൻസികൾ തുടങ്ങിയവർ. അതായത് ഒരു സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നത് കസ്റ്റമർ മാത്രമല്ല, മറ്റു പല സ്റ്റേക്ക് ഹോൾഡേഴ്സും ആകുന്നു. 2015 ശേഷം ഔദ്യോഗികമായി വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ 2024 മാർച്ചിൽ ചെറിയ ഒരു പുതുക്കൽ, അതായത് അമെൻമെന്റ് ചേർന്നു. ഇത് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചാണ്. കമ്പനികൾ ഇപ്പോൾ അവരുടെ QMSൽ പരിസ്ഥിതി സംരക്ഷണവും ക്ലൈമറ്റ് ചേഞ്ചും കാലാവസ്ഥാ വ്യതിയാനവും പരിഗണിക്കണം. അത് ഇൻട്രസ്റ്റഡ് പാർട്ടീസിന്റെ ആവശ്യങ്ങളും ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ഇഷ്യൂകളും വിലയിരുത്തുമ്പോൾ ഉൾപ്പെടുത്തണം. 2000 അവതരിപ്പിച്ച പ്രോസസ് ബേസ്ഡ് അപ്രോച്ച് ആണ് വളരെ പ്രധാനപ്പെട്ടത്. ഓരോ പ്രവർത്തനവും ഒരു പ്രോസസ്സായി കാണണം. ഒരു പ്രോസസ്സിന് ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ടാകണം. ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് പ്രോസസ്സ്. എന്നാൽ നല്ല ഫലങ്ങൾ നേടാൻ പ്രോസസ്സുകൾ
പ്രോസസ്സുകളുടെ നിയന്ത്രണം ആവശ്യമാണ്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻ്റ് എന്ന ആശയവും പ്രധാനമായി ഉൾപ്പെടുത്തി. ലക്ഷ്യം മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ ഫലപ്രാപ്തി പ്രോസസ് പെർഫോമൻസ് മെഷർമെൻറ്റ്സ് ഉപയോഗിച്ച് ഉറപ്പാക്കുക എന്നതാണ്. മുൻപ് ഡോക്യുമെൻറ്റേഷൻ പ്രധാനമായിരുന്നു എങ്കിലും ഇപ്പോൾ പെർഫോമൻസ് പ്രോസസ് ആണ് പ്രധാനമായത്. ശരിയായ തെളിവുകൾ ഉണ്ടെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ കുറഞ്ഞാലും പ്രശ്നമില്ല. പ്രോസസ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് തെളിയിക്കാൻ കഴിയണം. 2008 ചെറിയ മാറ്റങ്ങൾ ഉണ്ടായതിനു ശേഷം 2015 പുതിയ പതിപ്പ് പുറത്തിറങ്ങി. സെപ്റ്റംബർ 15, 2015. ഇപ്പോൾ ഉള്ളത് 2015 സ്റ്റാൻഡേർഡാണ്. 2024 ചെറിയ ക്ലൈമറ്റ് ചേഞ്ച് അമെൻമെൻറ്റ് ഒഴികെയുള്ള എല്ലാം 2015 പുറത്തിറങ്ങിയ ISO 9001 സ്റ്റാൻഡേർഡാണ്. ISO 9001 സ്റ്റാൻഡേർഡിന് 7 ക്വാളിറ്റി മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. 2008 അത് 8 പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നെങ്കിലും 2015 7ആക്കി ചുരുക്കി. ചിലതിനെ ഒരുമിപ്പിച്ചതിനാൽ ആണ് ISO 9001 2015 ഇത് 7 അടിസ്ഥാന സിദ്ധാന്തങ്ങളാക്കി ചുരുക്കിയത്. 9001ൻ്റെ ക്ലോസുകളെ പറ്റി നമുക്ക് നോക്കിയാൽ, ക്ലോസ് 1 മുതൽ 4 വരെ 1 മുതൽ 3 വരെ വരുന്നത് പ്രധാനമായും സ്ട്രക്ചർ, സ്കോപ്പ്, ഡെഫിനിഷൻ എന്നുള്ളതാണ്. ക്ലോസ് 4 വരുമ്പോൾ ആണ് കോണ്ടെക്സ്റ്റ് ഓഫ് ഓർഗനൈസേഷൻ വരുന്നത്. ക്ലോസ് 5 ലീഡർഷിപ്പ്, 6 പ്ലാനിംഗ്, 7 സപ്പോർട്ട്, 8 ഓപ്പറേഷൻസ്, 9 പെർഫോമൻസ് ഇവാലുവേഷൻ, 10 ഇംപ്രൂവ്മെൻറ്റ് എന്നിവയാണ്. ഈ ക്ലോസുകളെ മുഴുവൻ കൂടി വരുന്നതാണ് QMS സ്ട്രക്ചർ. വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയി ഓരോ ക്ലോസുകളെ പറ്റിയും പഠിക്കാം. ഒരു QMS ഇംപ്ലിമെൻ്റ് നടപ്പിലാക്കുന്നതിലൂടെ എന്തെല്ലാമാണ് ഓർഗനൈസേഷനിൽ വരുന്ന ഇമ്പാക്റ്റ്? ISO 9001 സ്റ്റാൻഡേർഡ് QMS നമുക്ക് ഇംപ്ലിമെൻ്റ് ആക്കിയാൽ ആ ഓർഗനൈസേഷനിൽ ഒരു പ്രോസസ് കൺട്രോൾ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. റിസ്ക് മാനേജ്മെൻറ്റ് ബെറ്റർ ആകും. ഓവറോൾ ബിസിനസ് പെർഫോമൻസ് റിവ്യൂ ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. കൂട്ടുകാരെ, ISO 9001 എന്നതൊരു സർട്ടിഫിക്കറ്റ് മാത്രമല്ല, ഇതൊരു സ്ട്രക്ചേർഡ് മാനേജ്മെൻറ്റ് അപ്രോച്ച് ആണ്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് കൾച്ചർ ബിൽഡ് ചെയ്യാൻ ഈ സ്ട്രക്ചേർഡ് മെത്തേഡ് നമ്മളെ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. തുടർന്ന് വരുന്ന ഓരോ എപ്പിസോഡുകളിലും ഡീറ്റെയിൽ ആയി ISO 9001 സ്കോപ്പ്, ISO 9001ൻ്റെ പ്രിൻസിപ്പിളും നമുക്ക് ചർച്ച ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഓരോ ക്ലോസ് വൈസും ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. നന്ദി.